നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ദൈവശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താ ചോദിച്ചാൽ പരിശുദ്ധി, നീതി, ശക്തി, ബുദ്ധി എന്നിവയിൽ പരിപൂർണനും തന്റെ നിർണയങ്ങളെ നിറവേറ്റുന്നവനുമായ ആത്മശക്തനായ വ്യക്തിയാണ് ദൈവം. കാരണം നമ്മുടെ ദൈവത്തിന്റെ ക്വാളിറ്റിയാണ് പരിശുദ്ധനായ ദൈവമാണ്, ശക്തിയുള്ള ദൈവമാണ്, നീതിയുള്ള ദൈവമാണ്, ബലമുള്ള ദൈവമാണ്. അവൻ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അത് നിറവേറ്റുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. അങ്ങനെയെങ്കിൽ നിന്നോട് പോരാടുന്ന ഏത് ശത്രുവാകട്ടെ, ഹല്ലേലൂയ, ദൈവം നിനക്കും എനിക്കും വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കൾ ചിതറിപ്പോകുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നമ്മുടെ നടുവിൽ എഴുന്നേറ്റിട്ടുണ്ട്. വിശുദ്ധിയിൽ അതിഭയങ്കരനായ ഹല്ലേലൂയ, ബലമുള്ള ദൈവം, ശക്തിയുള്ള ദൈവം, നീതിയുള്ള ദൈവം, ന്യായമുള്ള ദൈവം, നീതി പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കളെയും ചിതറിപ്പോകുവാനിടയായി തീരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പോരാടുന്ന സകല പോരാട്ടങ്ങൾ ഇന്ന് പകൽ നിന്നെ വിട്ടു പോകുക, നിന്റെ ഭവനം വിട്ടു പോകുക. ഏത് വിഷയത്തിന്റെ മേലാണ് നീ ഭാരപ്പെടുന്നത്? ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് അദൃശ്യനായി ഇന്ന് പകൽ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ദൈവം വിശുദ്ധനാണ് എന്ന് നമ്മൾ കണ്ടു. ഈ ശത്രു എന്ന് പറയുന്ന ആരാണ്? ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവത്തിന്റെ ശത്രു ആരാ? ദൈവത്തിന്റെ ശത്രു? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം അവിടെ പറയുന്നുണ്ട്. എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പോൾ നമ്മുടെ ശത്രു ആരെന്ന് ചോദിച്ചാൽ വാഴ്ചകളും അധികാരങ്ങളും. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കരേറ്റുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമെയും എഴുന്നേൽക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം എഴുന്നേൽക്കട്ടെ. നീ ഏത് വിശ്വാസത്തിന്റെ മേൽ ഭാരപ്പെടുന്നോ ആ വിശ്വാസത്തിന്റെ മേൽ ദൈവം എഴുന്നേൽക്കാൻ പോകുക. വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ നിന്നെ ഉയർത്തത്തില്ല, നന്മ കാണിക്കത്തില്ല, അനുഗ്രഹം പ്രാപിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് പോരാടുന്ന പോരാട്ട ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അഴിഞ്ഞു മാറട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം 91-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സ്തോത്രം. നീ സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, അല്ലേ? ബാലസിംഹത്തെ പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. കണ്ടോ? പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്നോട് പോരാടുന്ന ശത്രു, ഇതിന്റെ പേര് പറയുക, സിംഹത്തെയും അണലിയെയും പെരുമ്പാമ്പിനെയും ബാലസിംഹത്തെയും നീതിയും ചവിട്ടും. സ്തോത്രം ചെയ്യുന്നു. ചവിട്ടേണ്ടതുണ്ട്, മെതിക്കേണ്ടതുണ്ട്, അല്ലേ? സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. സിംഹത്തെയും അണലിയെയും ചവിട്ടിയാൽ മതി. എന്നാൽ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ചവിട്ടി മെതിക്കണം. കണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. പോരാട്ടത്തിന്റെ നടുവിൽ ഭയപ്പെട്ട് ഓടുവാനല്ല, ഈ ദിവസങ്ങൾ നിന്നോട് പോരാടുന്ന ശത്രുവിന്റെ മേൽ യുദ്ധം ചെയ്യുവാനുള്ള ഒരു ദൈവ കൃപ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ട് പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നെങ്കിൽ ഇന്ന് പകൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നിട്ടുണ്ട്. ആ ശക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വന്നിട്ടുണ്ട്. ആ ശക്തി പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അതിനെ ജയമെടുക്കുവാനുള്ള ദൈവകൃപ പ്രാപിച്ച ഈ ദിവസങ്ങളിൽ ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരട്ടെ. ദേശകരങ്ങളെ അടിച്ചാരാധിച്ചാട്ടെ, മൗനമായി ഇരിക്കരുത്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ പോരാടുന്ന പോരാട്ടത്തിന്റെ മേൽ ദയമെടുക്കണം. ആത്മാവിന്റെ ആഭ്യന്തര
ശക്തി ഇന്ന് പകൽ മൺകൂടാരത്തിന്മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്മപരമായി നിറയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുകയോ. വെല്ലുവിളിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചെതറും. അപ്പം ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്കറിയാവുന്ന വിഷയം മർക്കോസ് വിഷയത്തെ 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്. സന്ധ്യാസമയമായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. സ്തോത്രം. ശിഷ്യന്മാരുൾപ്പെടെ പടകിൽ കയറി ഇരുന്നു. യേശു അമരത്ത് തലയട വെച്ച് ഉറങ്ങുകയാണ്. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാവുന്ന വിഷയം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഉറങ്ങുമ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് പടകിന് മേൽ ആഞ്ഞടിച്ചു. ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ വട്ടം കറങ്ങുന്ന സ്തോത്രം. കാറ്റടിച്ചിട്ട് എനിക്ക് തോന്നുന്നു പടക് ഇങ്ങനെ എന്ത് ചെയ്തു, വട്ടം കറങ്ങി ചുഴിക്കകത്തേക്ക് ചെന്നിട്ട് ഇത് അടിയിലേക്ക് കടലിനകത്തേക്ക് മുക്കിക്കളയുവാൻ, യേശുവിനെ ഉൾപ്പെടെ യേശു ശിഷ്യന്മാരെയും കൂടെ മുക്കിക്കളയുവാൻ വേണ്ടി ശക്തമായ ചുഴലിക്കാറ്റ് അടിക്കുന്നത്. തിരകൾ തള്ളി കയറുകയോ. നോക്കണേ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ നിരവധി തവണ ഇങ്ങനെയുള്ള കാറ്റ് കണ്ടിട്ടുണ്ട്. മത്സ്യബന്ധനത്തോടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ പല കാറ്റും അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പടകിൽ വെള്ളം തള്ളി കയറിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരെന്ത് ചെയ്തു, അതിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇത് അങ്ങനെ ഒരു കാറ്റല്ല. പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, അങ്ങനെ ഒരു കാറ്റല്ല. നിങ്ങൾ നേരത്തെ സ്തോത്രം ചെയ്യുന്നു. ഭൗതിക നന്മയ്ക്ക് വേണ്ടി മീൻ പിടിക്കാൻ പോകുമ്പോൾ അടിച്ച കാറ്റ ഇത്. മീൻ പിടിക്കാൻ പോകുമ്പോൾ അടിക്കുന്ന കാറ്റല്ല. ആത്മാവിനെ വിടുവിക്കുവാൻ ഗദരദേശത്തേക്ക് പോകുമ്പോൾ അവിടെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ഭൂതഗ്രസ്തനായി അർത്ഥനഗ്നനായി അക്കരെ കിടന്ന് നിലവിളിക്കുന്ന അവരുടെ പുരോഹിതന്മാർ ചങ്ങല കൊണ്ടുപോയി ബന്ധിച്ചിട്ട് ആ ബന്ധനത്തെ മുഴുവനും അറത്ത് പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ആർക്കും കീഴ്പ്പെടാതെ കിടന്ന ആ ഭൂതഗ്രസ്തന്റെ അടുത്തേക്ക് യേശു ശിഷ്യന്മാർ പോകുന്ന കാരണം എന്താ? മനുഷ്യനെ എങ്ങനെ പിടിക്കുന്നതെന്ന് കാണിക്കാൻ പോകുക. അങ്ങനെയെങ്കിൽ നമ്മയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഏത് മേഖലയിലാണ് നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? സാമ്പത്തിക മേഖലയാണോ? ആത്മീകമായി മുന്നേറുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ? സ്തോത്രം ചെയ്ത് കടഭാരത്തിന്റെ നടുവിലാണോ? ഏതൊക്കെ മേഖലയിൽ നിന്നെ ബന്ധിച്ചാലും നീ യേശുവിനെ ഒന്ന് വിളിച്ചാൽ മതി. യേശുവിന്റെ പടകിന്റെ അമരത്ത് കിടപ്പുണ്ട്, നിന്റെ ഭവനത്തിനകത്തുണ്ട്. നിന്റെ ഹൃദയത്തിനകത്തവൻ വസിക്കുകയാ. അവനെ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നോട് പോരാടുന്ന പ്രതിസന്ധിയെ, പ്രതികൂലത്തെ ശാസിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽ വിളിക്കുക എന്നുള്ളത് നിന്റെ വലിയ ഉത്തരവാദിത്വമാണ്. ഇന്ന് പകൽ മൗനമായി ഇരിക്കുവാനല്ല. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ചിലരുടെ ഇന്ന് പകൽ ആത്മാർത്ഥമായി വിളിക്കുന്നവരുടെ വിശ്വസികളെ സ്വർഗം ഇന്ന് പകൽ എഴുന്നേൽക്കുകയാണ്. കാറ്റിനെ ശാസിച്ചു, കടലിൽ അടങ്ങാൻ പറഞ്ഞു, അനങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുന്ന വലിയ കൃപയ്ക്കാണ്. ശക്തമായി ആരാധിച്ചാണ്. അല്പനേരം ദൈവസ്ഥനെ ആരാധിച്ചാണ്. ആരാധനയിൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ആരാധനയിൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ചില പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അഴിഞ്ഞു മാറട്ടെ. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചെതറും. ചില കെട്ടുകൾ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ചില പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ശക്തി ഇന്ന് മുതൽ വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. നമ്മളെല്ലാം
ചിന്തിക്കുന്നത് ദൈവം എല്ലാം അറിയുന്നുണ്ടെങ്കിൽ ചെയ്യുമെന്നാണ്. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേക്കുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു പടകിൽ ഉറങ്ങുകയാണെങ്കിലും യേശുവിലെ ദൈവത്വം ഉണർന്നിരിക്കുക അല്ലേ? യേശു രണ്ട് വ്യക്തിത്വങ്ങളാണ് അല്ലേ? ഒന്ന് മനുഷ്യനും 100% മനുഷ്യനും 100% ദൈവവും. യേശുവിലുള്ള മനുഷ്യനാണ് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയാണ്, യേശുവിലുള്ള ദൈവം ഉണർന്നിരിക്കുക. നമ്മൾ ചോദിക്കാറില്ലേ, എന്താ കർത്താവ് ഇതൊന്നും കാണുന്നില്ലേ അല്ലേ? യേശു ഇങ്ങനെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ, ഒന്നും കാണുന്നില്ലേ കർത്താവ്? നമ്മൾ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട്, മകേശം ഒന്നും കാണുന്നില്ലേ? എല്ലാം കണ്ടോണ്ടിരിക്കുക. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനത്തിൽ പൗലോസ്, റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധമായി ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുന്നവനാണല്ലോ. ഇപ്പൊ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശു, ആത്മാവ് സംബന്ധിച്ച് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. അപ്പം രണ്ട് വ്യക്തിത്വങ്ങളാണ്. യേശു ഉറങ്ങുന്നു, യേശുവിലുള്ള മനുഷ്യൻ ഉറങ്ങുമ്പോൾ യേശുവിലുള്ള ദൈവം എന്ത് ചെയ്തു? സകലതും കണ്ടുകൊണ്ടിരിക്കുക, ഒന്നും കാണാതിരിക്കുന്നില്ല. എൻ്റെ മകൻ എന്നെ വിളിക്കും, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക ദൈവം. നിന്റെ വിളി കേട്ട്, എന്റെ വിളി കേട്ട്, അതുകൊണ്ട് മൗനമായി ആളിൽ പിറുപിറുക്കാതെ നീ വിളിച്ചാൽ ആള് ദൈവം എഴുന്നേറ്റും. പത്രോസും യാക്കോബും യോഹന്നാനും ആളിൽ എഴുന്നേറ്റിട്ട്, യേശുവേ ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എത്ര തവണ നീ ഞാൻ പറഞ്ഞത് കർത്താവ് നിനക്ക് വിചാരമില്ലേ? എന്നാൽ യെശയ്യാവിനോട് ചോദിച്ചാൽ യെശയ്യാവ് പറയും, നിന്റെ വിചാരമല്ല എന്റെ വിചാരം, നിന്റെ വഴിയല്ല എന്റെ വഴി. ആകാശം ഭൂമിക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരത്തിന് മേൽ എന്റെ വിചാരം, നിന്റെ വഴിയുടെ മേൽ എന്റെ വഴി ഉയർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ വിചാരപ്പെടേണ്ട കേട്ടോ. അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവർ, ജയം പ്രാപിച്ചവൻ, മരണത്തിന്റെ മേൽ ദയവെടുത്തവൻ, ശാപത്തിന്റെ മേൽ ദയവെടുത്തവൻ, പാപത്തിന്റെ മേൽ ദയവെടുത്തവൻ കർത്താവ് ഇന്ന് മുതൽ തേജസ് വാരിയെടുക്കുന്നതിനായി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൗനമായി ഇരിക്കരുത്. ഇന്ന് മുതൽ അതിനെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ചടകുടന്ന് അവൻ എഴുന്നേറ്റാൻ പോകുക. ഏത് മേഖലയില നീ ബന്ധപ്പെടുന്നത്, ഏത് മേഖലയില ആള് നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് മുതൽ വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഓ സംഖ്യാപുസ്തകം 10-ാം അധ്യായം 8-9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യം വായിക്കുന്നുണ്ട്. സ്തോത്രം. അഹരോന്റെ പുത്രന്മാരായിരിക്കുന്ന പുരോഹിതന്മാരാണ് കാഹളം ഊതേണ്ടത് അല്ലേ? കാഹളം ഊതാൻ പ്രത്യേക 12 ഗോത്രത്തിൽപ്പെട്ടതിൽ അഹരോന്റെ പുത്രന്മാർക്ക് മാത്രമേ അധികാരം കൊടുത്തിട്ടുള്ളൂ. ഈ 12 ഗോത്രത്തിൽ ഒരു ഗോത്രമായ ഗോത്രത്തിന് മാത്രമേ അധികാരം കൊടുത്തിട്ടുള്ളൂ. അതായത് ലേവി ഗോത്രത്തിന്. ബാക്കി 11 പേർക്കും അധികാരമില്ല, 11 ഗോത്രങ്ങൾക്കും. സ്തോത്രം. എന്നാൽ നമുക്കോ സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാ. കണ്ടോ, നമുക്ക് ഈ 11 ഗോത്രങ്ങൾക്കും അധികാരം കൊടുക്കാതിരുന്നപ്പോൾ നോക്കണമേ, നമുക്ക് സ്വർഗം അധികാരം തന്നിരിക്കുക. ആര് കാഹളമൂതുവാൻ ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കാഹളമൂതുമ്പോൾ സകല ശത്രുക്കളും ചിതറിപ്പോകട്ടെ. ഇന്ന് പകൽ നിന്നോട് പോരാടുന്ന സകല പോരാട്ടങ്ങൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ ആത്മാവിൽ എത്രപേർ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന ചില വൈശാരിക മേഖലകൾ തകർന്നു പോകുന്നത് എത്രപേർക്ക് ആത്മാവിൽ കാണുവാൻ കഴിയും? ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങൾ വിട്ട്, ചില ഭവനങ്ങൾ വിട്ട്, ചില ശരീരങ്ങൾ വിട്ട്, ചില അന്ധകാര ശക്തികൾ ഓടിപ്പോകുന്നത് ആത്മാവിൽ കണ്ടാരാധിക്ക്. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി ഇന്ന് മുതൽ വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഭവനത്തെ
ഉണ്ടാക്കുന്ന ഭവനത്തിനകത്ത് ഇടർച്ച ഉണ്ടാക്കുന്ന ചില പോരാട്ട ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. സ്തോത്രം. സംഖ്യാപുസ്തകം 10:8-9 വായിക്കുന്നു. ഹല്ലേലൂയ. അഹരോന്റെ പുത്രന്മാരായിരിക്കും പുരോഹിതന്മാർ ആണ് കാഹളം ഊതേണ്ടത്. അത് എന്നേക്കുമായ ഒരു ചട്ടമായിരിക്കണം. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീര ധ്വനിയുടെ കാഹളം ഊതണം. കണ്ടോ, നമ്മൾ ഏത് ദേശത്ത് പാർത്താലും നമ്മളെ ഞെരുക്കുന്ന ഒരു ശത്രുവുണ്ട് കേട്ടോ. ഓ, അഭിഷേകം നിന്റെ മേലുണ്ടോ? അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ശത്രു നിനക്കെതിരെ വരും. അത് നിന്നെ ഞെരുക്കാൻ നോക്കും, അത് നിന്നെ ഞെരുക്കാൻ നോക്കും. അതുകൊണ്ട് ഭയപ്പെടുവാനല്ല. ഓ, ഗംഭീര ധ്വനിയുള്ള കാഹളം, ഗംഭീര ധ്വനിയുള്ള കാഹളം ഊതുമ്പോൾ അത് ഓർത്ത് ദൈവമതിയും എഴുന്നേൽക്കും. ഇന്ന് പകലിൽ മൗനമായിരുന്നാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. സ്തോത്രം ചെയ്യുന്നു. പലരും ദേശത്ത് ഞെരുക്കുമ്പോ, പിശാച് നേരിട്ട് വന്ന് ഞെരുക്കുവാണോ? പിശാച് നേരിട്ട് വന്ന് ഞെരുക്കുകയല്ല, ചില മനുഷ്യരെ കൊണ്ട് ഞെരുക്കുമ്പോ ദേശം വിട്ട് പോകാൻ തോന്നും, സമാധാനമില്ലെന്ന് തോന്നും. യേശു പറഞ്ഞെന്താ? കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് 1:20 പറയുന്നു, അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം സമാധാനം ഉണ്ടായെന്നല്ല, യേശു സമാധാനം ഉണ്ടാക്കിയതാ. എങ്ങനെയാ? രക്തം കൊടുത്ത് സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളൂ സകലതും അവനെ കൊണ്ട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഇന്ന് പകൽ നിനക്ക് സമാധാനമില്ലെന്ന് നീ പറയരുത്. യേശു നിനക്കും എനിക്കും വേണ്ടിയ സമാധാനം ഉണ്ടാക്കിയത് വെറുതെയല്ല, തന്റെ പ്രാണൻ കൊടുത്ത്, ഓ, അവസാന തുള്ളി രക്തം വരെ കൊടുത്ത്. ഇന്ന് പകൽ ഹല്ലേലൂയ, സമാധാനമില്ലാതെ ആരെങ്കിലും ഇന്ന് പകൽ ഇതിനകത്താണ്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ വലിയൊരു സമാധാനം ഹല്ലേലൂയ ഭവനത്തിനകത്ത് വരട്ടെ. അസമാധാനം ഉണ്ടാക്കുന്ന അധർമ്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. അതുകൊണ്ട് മൗനമായിരിക്കരുത്. വിഷയം ഏതായിക്കോട്ടെ, ദൈവത്തിന് വിഷയമല്ല. യിരെമ്യാവ് പറയുന്നു, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ. ഓ, നമ്മൾ തന്നെ അങ്ങ് പറയുക, നടക്കത്തില്ലെന്ന്. നമ്മൾ തന്നെ പറയും, ഓ, നടക്കത്തില്ലെന്ന്. ദൈവത്തിന് അസാധ്യം വല്ലതും ഉണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ പേരാ കർത്താവ്. ഹല്ലേലൂയ. വെള്ളത്തിൻ മീതെ നടന്നവനാ. ഉലകത്തിൽ ഇന്നുവരെയും വെള്ളത്തിൻ മീതെ ആരും നടന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പത്രോസ് നടന്നു. യേശുവിൽ നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? താഴേക്ക് പോകുവാനിടയായി. എന്നാൽ യേശു കരം നീട്ടി അവനെ താങ്ങുവാനിടയായി. എത്ര തവണ നമ്മൾ തകർന്നു പോകേണ്ടതാ, എത്ര തവണ ഹല്ലേലൂയ നമ്മൾ പോലും അറിയാതെ കർത്താവ് കരം നീട്ടിയിട്ട് നീ നിൽക്കുന്നത്. ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരളവറ്റ ശക്തി ഇന്ന് പകൽ വെളിപ്പാട്ടെ. എന്നിട്ട് 2 കാര്യം പറയുന്നുണ്ട്, എങ്ങനെ പോന്നെന്നും പറയുന്നുണ്ട്. ദൈവം എഴുന്നേൽക്കുമ്പോൾ ദൈവം ആരെന്ന് നമ്മൾ ചിന്തിച്ചു, ശത്രു ആരാന്ന് ചിന്തിച്ചു, അല്ലേ? അപ്പൊ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറും. എങ്ങനെയാ ചിതറുന്നേ? 2 കാര്യം 2 ഉദാഹരണം പറഞ്ഞിട്ട് ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഓമയെന്നാ പറയുന്നത്. പുക പതറി പോകുന്നത് പോലെ. സ്തോത്രം. രണ്ടാമത് തീങ്കൽ മെഴുകുരുകുന്നത് പോലെ. ഇന്ന് പകലിൽ ചിലത് നടക്കുക കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം.
ഹല്ലേലൂയ. അച്ഛാ പുക പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചിമ്മിനിക്കകത്തുനിന്ന് പുക അങ്ങോട്ട് പോകുന്നത് കാണാം. പിന്നെ ഇത് നോക്കി നിന്നാലും കാണത്തില്ല എങ്ങോട്ടാ പോകുന്നത് അല്ലേ. അതുപോലെ നിന്നോട് യുദ്ധം ചെയ്യുന്ന, നിന്റെ നന്മയെ തടയുന്ന, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന പൈശാചിക ശക്തികൾ പോകുന്നത് അതുപോലെയാ. പുക പതറി പോകുന്നത് പോലെ അവൻ പതറിപ്പോകും. ഇന്ന് പകൽ ചില ഭവനങ്ങളിൽ നിന്നും ചില ആലയ വ്യക്തികളിൽ നിന്നും പുക പതറി പോകുന്നത് പോലെ പതറിപ്പോകുക ഞാൻ കാണുന്നു. ഒരാൾ കൂട്ടം ഓടിപ്പോകുന്നത് പോലെ നിങ്ങളുടെ അകത്തേക്കാണ് തുറന്നു നോക്കിയ ആലയ ഭവനത്തിനകത്ത് അസമാധാനം ഉണ്ടാക്കുന്ന, സന്തോഷമില്ലാത്ത അനുഭവം ഉണ്ടാക്കുന്ന, ആലയ ചിത്രമുണ്ടാക്കുന്ന ചില പോരാട്ടങ്ങൾ ഓടിപ്പോകുന്നത് ആരെ കാണുവാൻ കഴിയും. അവ ഒരു വഴിയായി വരും. 7 വഴിയായി 7 വഴിയായി 7 വഴിയായി. സ്തോത്രം. വെറുതെ ഇരിക്കരുത്. അകത്തെ കണ്ണു തുറക്കണം. കർത്താവിനോട് പറ, കർത്താവേ എന്റെ അകത്തെ കണ്ണൊന്ന് തുറന്നു തരണമേ. പുറത്തെ കണ്ണടച്ചാലേ അകത്തെ കണ്ണ് തുറക്കത്തുള്ളൂ. ഇന്ന് പകൽ ചിലരൊക്കെ അകത്തെ കണ്ണ് തുറന്ന് ചിലത് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ മീറ്റിംഗ് കഴിയുമ്പോൾ ആലയത് വെളിപ്പെട്ട് വരാൻ പോകുക. ചിലരുടെ അകത്തെ കണ്ണ് തുറക്കട്ടെ. ശൗൽ നോക്കിയപ്പോൾ കാഴ്ചയില്ലാതിരുന്ന ശൗല് ഒരു അനന്യാസ് എന്ന പറഞ്ഞ ദൈവപുരുഷൻ തന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാഴ്ച പ്രാപിക്കുന്നത് അനന്യാസ് ശൗല് കണ്ടെങ്കിൽ ഇന്ന് പകൽ നിദർശിക്കാൻ പോകുകയാണ്. ചില മനുഷ്യർ നിന്നെ തകർക്കാൻ വേണ്ടി ഒരു വഴിയായി ശത്രുവിനെ പറഞ്ഞു വിടും. ദൈവം എഴുന്നേൽക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ നിലവിളിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഒരു വഴിയെ വന്നവർ വാക്കി 6 വഴി ഉണ്ടാക്കി അവരോട് അതാണ് ഒരു വഴിയെ വന്നവൻ 7 വഴിയെ ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വിഷയം എന്താ പറയുക. ഒരു വഴിയെ അവർ വന്നത്. ഇവര് എല്ലാവരും കൂടെ തിരിഞ്ഞു ഓടിപ്പോകുമ്പോൾ ആ വഴിയെ എല്ലാവരും കൂടെ ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കിന് JCB കണ്ടിട്ടില്ലേ, വഴിയില്ലാത്തത് വഴി ഉണ്ടാക്കിയ JCB. എത്ര മലയാണെങ്കിലും കുന്നാണെങ്കിലും JCB എന്ത് ചെയ്യും? വഴി ഉണ്ടാക്കി പോകും. നിന്നെ തകർക്കുവാൻ ഒരു വഴിയെ വന്നവരുണ്ടല്ലോ, വഴിയുണ്ടാക്കി 7 വഴിയായി ചിതറാൻ പോകുക. ഇന്ന് വരെ എത്ര പേർക്ക് ആത്മാവിൽ കാണുവാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി ഇന്ന് മകൻ വെളിപ്പെടട്ടെ. 7 വഴിയെ അവൻ ചിതറുകയാ. യശയാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട് 33:3. കോലാഹല ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി, അവൻ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറി. ജാതികൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയ ജാതി, മനുഷ്യരെ കുറിച്ചല്ല അവിടെ പറയുന്നത്. സ്തോത്രം. കോലാഹല ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും, അയൽവക്കക്കാരും പറയും, വീട്ടിലുള്ളവരും പറയും മിണ്ടാതിരിക്കുക. അപ്പോഴേ ഓർത്തരം വിടുതൽ നടക്കും. ഇവർക്കൊരു പണിയുമില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറും. കോലാഹല ഹേതുവായി വംശങ്ങൾ ഓടും. അപ്പം അഭിഷേകത്തിലുള്ള കോലാഹലത്തിലാണ് വംശങ്ങൾ ഓടുന്നത്. നമ്മൾ വഴക്കുണ്ടാക്കിയാൽ ഒന്നും ഓടത്തില്ല. വഴക്കുണ്ടായാൽ ഇങ്ങോട്ട് വന്ന് കയറത്തേ ഉള്ളൂ. അഭിഷേകത്തോടെ ദൈവകൃപയിൽ നിന്ന് കോലാഹലം
ഉച്ചത്തിൽ പ്രസംഗിക്കുകയും ഉച്ചത്തിൽ പാടുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം എഴുന്നേൽക്കുമ്പോൾ അതാണ് കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോകും. അവൻ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോകും. സ്വന്തം ജാതികൾ എന്ന് പറയുന്നത് മനുഷ്യരെ ഉദ്ദേശിച്ചല്ല കേട്ടോ. അതായത് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ജാതികൾ ചിതറിപ്പോകും. ഒന്ന് മത്തായിയുടെ സുവിശേഷം 17:21 പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ജാതി എന്ന് പറയുന്നത് അവിശ്വാസമാണ്. അവിശ്വാസം വരുമ്പോഴാണ് പിശാച് വരുന്നത്, ഇല്ലേ? വിശ്വാസം അടുത്ത് വരുമോ? ഇല്ല. അവിശ്വാസം വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നടക്കത്തില്ല, സംഭവിക്കത്തില്ല, മാറത്തില്ല, വെറുതെയാണ് എന്നൊക്കെ അവിശ്വാസം വരുമ്പോൾ പിശാച് വരും. തമിഴ്നാട്ടിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയപ്പോഴല്ലോ, അവിടെ എഴുതിയേക്കുന്നത്, ബൈബിളിൽ എഴുതിയേക്കുന്നത് എങ്ങനെ അറിയോ? സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ പറഞ്ഞ് ജാതി പിശാച് എന്ന് എഴുതിയേക്കുന്നത്, തമിഴിൽ എഴുതിയേക്കുന്നത് ജാതി പിശാച്. ജാതി എന്ന് എഴുതിയിട്ടുണ്ട്, പിശാച് എന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അന്നേരം എനിക്ക് ഇച്ചിരി വ്യക്തമായി. ഈ ജാതി എന്ന് പറയുന്നത് അവിശ്വാസമാണ്. എന്നിട്ട് അത് എഴുതിയിട്ടുണ്ട് തമിഴിൽ ജാതി പിശാച്. അപ്പം ഈ അവിശ്വാസം മാറണമെങ്കിലും എന്ത് ചെയ്യണം? നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ദൈവം എഴുന്നേൽക്കണം. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവരുടെ ശത്രുക്കൾ ചിതറിപ്പോകും. ഇന്ന് പകലിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവം ചുമ്മാതെ പ്രവർത്തിക്കത്തില്ല. ആദരം തുറക്കണം, പ്രാർത്ഥിക്കണം, ദൈവനാമത്തിന് വേണ്ടി നിൽക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ നീ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി സ്വർഗം നിൽക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽ ദൈവം ഇതിനകത്ത് എഴുന്നേൽക്കുകയാ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. പുരാതനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറും. പുകവതറി പോകുന്നത് പോലെ ദൂതന്മാർ പതറിപ്പോകും. തീയിൽ മെഴുകുരുകി നശിക്കുന്നത് പോലെ ദൂതന്മാർ ദൈവസന്നിധിയിൽ നശിക്കും. രണ്ട് കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഒന്ന്, പുക പതറിപ്പോകുന്ന പോലെ പോകും. രണ്ട്, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ അതിലേതിലേക്ക് പോയി വരുന്ന നമ്മളെ പേടിപ്പിച്ചും ഒക്കെ കടന്നു വരുന്നവരുണ്ടല്ലോ, അവർക്ക് പിടിവള്ളിയൊന്നുമില്ല. വരുന്നത് പോലെ ഒരു ദൈവം എഴുന്നേൽപ്പിക്കൊണ്ട് വരാൻ ഓടുക. സ്തോത്രം ചെയ്യുക. എന്നാൽ ചിലത് പിടി അവകാശം പറഞ്ഞിരിക്കുന്ന ഒരു പാരമ്പര്യ ശക്തി പോലുള്ളത്. അവര് ദൈവം എഴുന്നേറ്റാലും അവർക്ക് പോകാൻ പറ്റില്ല, ബന്ധനത്തിൽ കിടക്കുമായിരിക്കും, അല്ലേ? അപ്പൊ അവരെ അങ്ങ് ഉരുകും. അവിടെ നിന്ന് തീയല്ലേ, ദൈവം തീയല്ലേ, ഉരുകി അങ്ങ് നശിക്കും. ഉരുകി അങ്ങ് തീയിൽ മെഴുകുരുകുന്നത് പോലെ ദൂതന്മാർ ദൈവസന്നിധിയിൽ നശിക്കും. ഇന്ന് പകൽ രണ്ട് നിലകളിലാ ഓരോ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയോ. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്ഷങ്ങളോടല്ല, മനുഷ്യരോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളോടും. 4 വിഷയങ്ങൾ ഇവിടെ കാണിക്കുന്നത്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിനുവേണ്ടി സമയം മാറിയിരിക്കും.